ശ്രീ യുവരാജ് ഗോകുൽ, രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക തലസ്ഥാനം എന്നാണ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനെ വിശേഷിപ്പിക്കുന്നത്. 74,000 കോടിയുടെ ബജറ്റ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം BJP എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് വികസന രാഷ്ട്രീയം മാത്രമാണ്. അത് നമ്മളിങ്ങ് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തും കണ്ടതാണ്, ഏതു രീതിയിലാണ് ജനങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPയെ സ്വീകരിച്ചത് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം നഗരം പിടിച്ചെടുത്ത അതേ രീതിയിലേക്ക് തന്നെയാണോ ഇപ്പോൾ ഈ 27 വർഷങ്ങൾക്ക് ശേഷം മുംബൈയും പിടിച്ചെടുത്തിരിക്കുന്നത് BJP? അതോടൊപ്പം തന്നെ വികസന രാഷ്ട്രീയം തന്നെയാണ് എപ്പോഴും ഞങ്ങളുടെ മുഖമുദ്ര എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി, അതായത് ജനങ്ങൾ അത് സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാകുകയാണ്. ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ശ്രീ നിയാസ് ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്. BJPയുടെ ജനാധിപത്യ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞ് അതിനോട് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയേണ്ടതുണ്ട്, രാഷ്ട്രീയം ഓർപ്പിച്ചുകൊണ്ട്. അദ്ദേഹത്തോട് അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ശ്രീ ഉദ്ധവ് താക്കറേക്ക് മുഖ്യമന്ത്രി പദം ഓഫർ ചെയ്തിട്ട് തിരഞ്ഞെടുപ്പ് നടത്തി, തിരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അത് കൊടുത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശിവസേനയുമായിട്ടുണ്ടാക്കിയിരുന്ന ഡീല് എന്ന് പറയുന്നത് ആർക്കാണോ കൂടുതൽ സീറ്റ് 2019 ലഭിക്കുന്നത് അവർക്ക് മുഖ്യമന്ത്രി പദമെന്നാണ്. BJPക്ക് 105 സീറ്റും ശിവസേനയ്ക്ക് ലഭിച്ചത് വെറും 56 സീറ്റുകൾ. അതായത് പകുതി മാത്രമാണ് ശിവസേനയ്ക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് BJPയുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ തന്നെ ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് വ്യക്തതയുണ്ട്. ഇനി BJP അങ്ങനെ എന്താണ് ചിന്തിക്കുന്ന പാർട്ടിയാണ് എന്നുണ്ടെങ്കിൽ അങ്ങ് വെറുതെ ഒന്ന് ബീഹാറിലേക്ക് മാത്രം നോക്കിയാൽ മതി. ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് പറയുന്നത് BJPയാണ്. 89 സീറ്റുകളുണ്ട്. അവിടെ JDU BJPയെക്കാളും പുറകെ നിൽക്കുന്നതാണ്. ഇത്തവണ പിന്നെയും കുറച്ചുകൂടെ അടുത്തെന്ന് പറയാം. കഴിഞ്ഞ തവണയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യാസം BJPയും JDUവും തമ്മിലുണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്നിട്ട് പോലും അത് 2003, 2004 ആ കാലഘട്ടം മുതൽ തുടർന്ന് വരുന്ന ഒരു പാറ്റേണാണ്. BJPയും JDUവും ബീഹാറിൽ മത്സരിക്കുമ്പോൾ JDUവിന് സീറ്റ് വളരെ കുറവും BJPക്ക് കൂടുതലും ഉണ്ടാകും. എന്നിട്ട് മുഖ്യമന്ത്രി പദം തീർച്ചയായിട്ടും JDUവിന് നിതീഷ് കുമാറിന് തന്നെയാണ് നൽകേണ്ടത്. BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എടുക്കുക എന്ന് പറയുന്ന ഒരു ഇതൊന്നുമില്ല. 2022 പോലും ഏക്നാഥ് ഷിൻഡെ വരുന്ന സമയത്ത് ഏക്നാഥ് ഷിൻഡെ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് മുഖ്യമന്ത്രി പദം തരുമെന്ന്, പകരം ഉപമുഖ്യമന്ത്രി ആകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ BJP മുഖ്യമന്ത്രി പദം തന്നെ അദ്ദേഹത്തിന് നൽകുന്ന സാഹചര്യമാണ്. BJP അങ്ങനെയൊന്നും ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ ചെയ്യൂ എന്ന് പറയുന്ന തലത്തിലുള്ള ഇരുമ്പുലക്ക രാഷ്ട്രീയമൊന്നും BJP പിന്തുടരാറില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞു ഗോവയിലെ ഒരു ഉദാഹരണം അതങ്ങ് പറഞ്ഞു. അങ്ങ് രാഷ്ട്രീയം മറന്നു പോകുന്നതാണോ എന്നെനിക്ക് അറിയില്ല. ഗോവയിൽ ശരിയാണ്, കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി അല്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ മുന്നണി സംവിധാനത്തിനകത്ത് BJPക്കകത്ത് അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു മുന്നണിക്ക് ഭൂരിപക്ഷമുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ MLA-മാരും എഴുതി ഒപ്പിട്ട് ഞങ്ങൾ ഇന്ന ആളെ ഇല്ല, അങ്ങനെ തെറ്റുപറ്റി. പ്ലീസ് പറയൂ. എന്താണ് തെറ്റിയത്? തെറ്റുപറ്റി വ്യക്തമായിട്ട് അങ്ങേ ഓർമ്മിപ്പിക്കാം. അങ്ങ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യം ഞാൻ അതിലേക്ക് വരാം. എനിക്കറിയാലോ. ഞാൻ പറയട്ടെ. അവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഒറ്റക്കക്ഷി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയട്ടെ. തെരഞ്ഞെടുപ്പിന് മുമ്പ് സഖ്യം ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ആകുന്ന സമയത്ത് ആ സഖ്യം ഒറ്റയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. മത്സരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ 3 രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒരുമിച്ചിരിക്കുകയും ഞങ്ങൾക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാമെന്ന് തീരുമാനം എടുക്കുകയും അത് ഗവർണറെ അറിയിക്കുകയും ചെയ്തു. കൃത്യമായിട്ട് എല്ലാ MLA-മാരും എഴുതി ഒപ്പിട്ട് ഗവർണറുടെ ടേബിളിലേക്ക് സാധനം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേവല ഭൂരിപക്ഷം മുന്നണി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവർണർ അംഗീകരിച്ചാണ്. ആഫ്റ്റർ ഇലക്ഷൻ അല്ലാന്ന് ഞാൻ പറഞ്ഞോ? ആഫ്റ്റർ ഇലക്ഷൻ ആയിക്കൊണ്ട് കേരളത്തിലുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ ബിഫോർ ഇലക്ഷൻ ഉള്ള സഖ്യം മാത്രമേ ബിഫോർ ഇലക്ഷൻ ഒരു മുന്നണിയായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത താങ്കൾ സുപ്രീം കോടതി കൊണ്ട് കേസ് കൊടുക്കാത്ത അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കാത്ത കോൺഗ്രസ് തീരുമാനമുണ്ട്. അങ്ങ് സംസാരിച്ചപ്പോ വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് കേട്ട ഒരാളാണ് ഞാൻ. അങ്ങ് സംസാരിച്ചപ്പോൾ വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് പ്രവർത്തന ആളല്ലേ. താങ്കൾക്ക് എന്തെങ്കിലും താങ്കൾ ദയവ് ചെയ്ത് 2 മിനിറ്റ് മിണ്ടായിരിക്കുക. താങ്കൾ സംസാരിച്ച മുഴുവൻ സമയവും മിണ്ടാതിരുന്ന് കേട്ട ഒരാളാണ് ഞാൻ. എന്നെ പറയാൻ വേണ്ടിയിട്ട് അനുവദിക്കുക.
ആഫ്റ്റർ ഇലക്ഷൻ തന്നെയാണ് അത് സംഭവിച്ചത്. ആഫ്റ്റർ ഇലക്ഷൻ അങ്ങനെ പാടില്ല എന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഭരണഘടനയിൽ അങ്ങനെ എവിടെയെങ്കിലും നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങയുടെ പാർട്ടിക്ക് ഇന്ത്യയിൽ നീതിന്യായ വ്യവസ്ഥകളുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കായിരുന്നു. അല്ലാണ്ട് 10 വർഷങ്ങൾക്ക് ശേഷം വന്നിരുന്നിട്ട് കരയുക എന്നുള്ളതല്ല അതിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഭരണഘടന നിഷ്കർഷിച്ചിട്ടുള്ള രീതിക്ക് തന്നെയാണ് നൽകിയിട്ടുള്ളത്. കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം വരുന്ന MLA-മാരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് രാജ്ഭവനിൽ നൽകി. ഗവർണർ അത് അക്സെപ്റ്റ് ചെയ്തു. അന്ന് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ഇടതുപക്ഷവും ഉൾപ്പെടെ നിങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ അങ്ങേയറ്റം വിമർശിച്ചതാണ്. കാരണം എന്താണ്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ വരെ വിമർശിച്ചിട്ടുണ്ടെന്നേ. ഞാൻ പെട്ടെന്ന് പേരോർക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു കാരണം? ഗോവ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. മറ്റ് പാർട്ടികളെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് ഒരു ചർച്ച നടത്താനുള്ള രാഷ്ട്രീയമായിട്ടുള്ള നീക്കം പോലും കോൺഗ്രസ് നടത്തിയില്ല. പകരം BJP കൃത്യമായിട്ട് എല്ലാവരെയും വിളിച്ച് ചർച്ച നടത്തി. ഭൂരിപക്ഷമുണ്ട് എന്നുള്ള കാര്യം തെളിഞ്ഞു. അത് രാജ്ഭവനിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഉറങ്ങി എണീറ്റ് ആൾക്കാർ പട്ടായയിലും ബാങ്കോക്കിലും ഒക്കെ ടൂർ പോയ ആൾക്കാർ തിരിച്ചു വന്നതിന് ശേഷം മാത്രം ഉറക്കം എണീറ്റിട്ട് രാജ്ഭവനിലേക്ക് പോകാൻ നിന്ന് കഴിഞ്ഞാൽ കിട്ടില്ലെന്നേ. അതിനിപ്പോൾ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല. ഇനി അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 2011 ഏറ്റവും വലിയ ഒറ്റകക്ഷി ആരായിരുന്നു കേരളത്തിൽ? CPM അല്ലായിരുന്നു. 45 MLA-മാരുണ്ടായിരുന്നു. കോൺഗ്രസിന് എത്രയുണ്ടായിരുന്നു? 35 ശരിയാണ്, പ്രീ പോൾ അലയൻസ് ആയിരുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ തന്നെ വിളിക്കണം എന്ന് പറയുന്നത് ഒരു നിയമമാക്കിയൊന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. രാജ്ഭവനകത്ത് കൃത്യമായിട്ട് ഗവർണറുടെ ടേബിളിൽ ആർക്കാണോ പകുതിയിലധികം MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്ഥാപിക്കുവാൻ സാധിക്കുന്നത് അവർക്കാണ്. ഗവർണറുടെ വിവേചനാധികാരമാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ വിളിക്കണോ അതോ കേവല ഭൂരിപക്ഷമുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്ന ആളെ വിളിക്കണോ എന്നുള്ളത് ഗവർണറുടെ വിവേചനാധികാരമാണ്. അദ്ദേഹത്തിന് ആ വിവേചനാധികാരം ഉപയോഗിക്കാം. അദ്ദേഹം പകരം നിങ്ങൾക്ക് പകുതിയിലധികം MLA-മാരുടെ പിന്തുണയുണ്ട്, ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് നിങ്ങളെ വിളിക്കാൻ സാധിക്കില്ല, പകരം ഞാൻ അപ്പുറത്ത് മാത്രമേ വിളിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഗവർണറെ നിർബന്ധിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അത് ഗവർണറുടെ ഇഷ്ടമാണ്. ഗവർണർക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഗവർണർ നോയിക്കൊണ്ടിരിക്കുന്നതെന്ന്? ഗവർണർ സ്വാഭാവികമായിട്ട് അദ്ദേഹം ക്ഷണിച്ചു എന്നുള്ളതല്ലേ ഉള്ളൂ. അതിനെ എടുത്തിട്ട് ജനാധിപത്യ വിരുദ്ധമാണ്. ഇതുപോലെ തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും നടന്നിരിക്കുന്നത്. ശരിയായിരിക്കും, ചിലപ്പോൾ BJPക്ക് അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ സാധിച്ചിട്ടുണ്ടായി എന്ന് വരില്ല. പക്ഷേ BJPക്ക് മറ്റ് കക്ഷികളോട് സംസാരിക്കുവാനും അവരെ സംസാരിച്ച് കൺവിൻസ് ചെയ്യുവാനും ഒരു അധികാരത്തിലേക്ക് എത്തുവാനും സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രോസസ്സ് അല്ലേ?